ഹലോ, ഇനി ബിരിയാണി പണിയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ സവാള വറുക്കലാണ്. അത് 1-2 ബാച്ചായിട്ട് ഇങ്ങനെ വറുത്തെടുക്കുമ്പോഴേക്കും അരിയും കൂടെ വേവിക്കാൻ വെക്കും കേട്ടോ. അപ്പോൾ എന്താ ഗുണം വെച്ചാൽ ഈ മസാല ആവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ചോറും വെന്ത് കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ ദമ്മിട്ട് സെറ്റാക്കാൻ പറ്റും. അരിയിലേക്ക് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഗരം മസാല, ഏലക്കയും തക്കോലും പട്ടയും ഗ്രാമ്പും കുരുമുളകും ഒക്കെ ഇട്ടതിന് ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് വേവിക്കാൻ വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ സവാളൊക്കെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ആവശ്യത്തിന് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് വറുത്തെടുക്കുക. ഈ പണികളൊക്കെ എടുത്ത് അവസാനമാകുമ്പോഴേക്കും നമുക്കറിയാം ഈ വിളമ്പുന്ന വീഡിയോ, ഗസ്റ്റ് വരുന്ന വീഡിയോ ഒക്കെ എടുക്കൽ എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് എനിക്ക് ആദ്യമേ തന്നെ അറിയായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഒന്നും ഉണ്ടാവില്ല ഇതിനകത്ത്. പിന്നെ ചെമ്മീൻ നല്ലോണം വറുത്തെടുക്കുക കേട്ടോ. നല്ലോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്പി ആവരുത്, നമുക്ക് കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം, എന്നാൽ വറവാവുകയും വേണം. ഈ പാകത്തിന് വറുത്തെടുക്കാം. ചെമ്മീൻ വേവിച്ചിട്ടുള്ള സ്റ്റോക്കാണ് കേട്ടോ. ഇത് നമുക്ക് മസാല ഉണ്ടാക്കുമ്പോൾ ആവശ്യമാണ്. അതാണ് ശരിക്കും ആ ചോറിന് നല്ല ഫ്ലേവറൊക്കെ കൊടുക്കണേ. സവാളൊക്കെ വറുത്ത് കഴിഞ്ഞാൽ എണ്ണ കുറച്ച് കുറഞ്ഞുണ്ടാവും. അപ്പോൾ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് പെരുംജീരകവും പിന്നെ സവാളയും കൂടി ഇട്ട് കൊടുക്കുക. ബിരിയാണിയുടെ മസാല ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ എപ്പോഴും ഓയിൽ കുറവായിരിക്കണം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ചോറിന് ഓയിലിൻ്റെ ടേസ്റ്റ് വരും. പിന്നെ തോനെ പച്ചമുളക് ഇട്ട് കൊടുക്കുക. നമ്മൾ മുളക് പൊടിയൊക്കെ ഇടുന്നത് വളരെ കുറവാണ്. അപ്പം പച്ചമുളകിൻ്റെ അളവ് കൂട്ടി കൊടുക്കുക. മല്ലിയിലയും പുതിനയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുക. ഞാൻ ഇതിനകത്ത് മറന്നു പോയൊരു സാധനം ഉണ്ട്. ഞാൻ ലാസ്റ്റ് ചേർത്തത് വീഡിയോയിലില്ല. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ വേവിച്ച് വെച്ചിട്ടുള്ള സ്റ്റോക്കും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതൊത്തിരി അങ്ങ് വഴന്ന് അങ്ങനെയൊന്നും വേണമെന്നില്ല കേട്ടോ. നല്ലോണം ഒന്ന് കുക്കായാൽ മതി. മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും ഒക്കെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഗ്രേവി ഒന്ന് തിക്കായിട്ട് വരുമ്പോൾ വറുത്ത് വെച്ചിട്ടുള്ള സവാളയും ചെമ്മീനും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം മസാല റെഡി ആയിട്ടോ. ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് ചൂടായാൽ മതി. കാരണം എല്ലാം അതുമ്പോൾ പിടിച്ചോളും. ചോറും നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ചോറ് വേവെന്ന് പറയണത് മുക്കാൽ ഭാഗത്തിനേക്കാളും കുറച്ചുകൂടെ വെന്താൽ മതി. പിന്നെ ദമ്മിൽ വെന്തോളും. വാർത്തെടുക്കുക. ഈ ഒരു ടൈപ്പ് ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ ഫ്ലോപ്പ് ആവില്ല. കാരണം വെച്ചാൽ അതിൻ്റെ റീസൺ നമ്മളിങ്ങനെ വറ്റിച്ച് വെക്കുമ്പോൾ ചിലപ്പോൾ വേവ് കൂടും, ചിലപ്പോൾ വേവ് കുറയുക. ഇതാകുമ്പോൾ അങ്ങനെയൊന്നുമില്ല. പിന്നെ ലെയർ ചെയ്ത് ദമ്മിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് ദം ചെയ്യുക. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് പോയി കുളിച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം വേർത്ത് ഇങ്ങനെ നാശകോശമുണ്ടായി. വെൽക്കം ഡ്രിങ്കിന് വേണ്ടിയിട്ടുള്ള മാങ്ങയൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ മറന്നുപോയ സാധനം മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെച്ച ചിക്കൻ എടുത്ത് വേഗം ഒന്ന് ഫ്രൈ ചെയ്തു. ഞാൻ പ്ലാൻ ചെയ്ത എല്ലാ ഐറ്റംസും സെറ്റായിട്ടുണ്ട്. ഈ ഒരു വിരുന്നെന്ന് പറയുന്നത് ഡിന്നറാണ് കേട്ടോ. രാത്രി അപ്പോൾ ഒരു ഇച്ചിരി വൈകിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളൊരു സ്റ്റാർട്ടറിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം വെച്ചാൽ നേരെ ഫുഡ് കഴിക്കുക അങ്ങനെ. അപ്പോൾ കല്യാണ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ഫോട്ടോ കാണിച്ചു തരാവേ.